ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്ന 4 വ്യത്യസ്തങ്ങളായ റെഗുലേറ്ററാണ്. നമുക്കത് പരിചയപ്പെടാം. അതിലൊന്നാണ് ഈ റെഗുലേറ്റർ. ഈ റെഗുലേറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ സിലിണ്ടറിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുമ്പോഴേക്കും ഈ പൊസിഷനായിരിക്കും, ലോക്ക് ചെയ്യുമ്പോഴേക്കും ഈ പൊസിഷനായിരിക്കും. ഇതാണ് ഓൺ, ഇതാണ് ലോക്കിംഗ് സിസ്റ്റം. പിന്നെ ഇത് സാധാരണ പിന്നാണ്, പിന്നെ നോസിൽ, പിന്നെ എയർ മിക്സിംഗ് ഹോള് ഇതിൻ്റെ ഇവിടെ ആയിട്ടാണ്. ഇനി അടുത്തൊരു റെഗുലേറ്റർ പരിചയപ്പെടുത്തും. ഇതാണ് അടുത്തൊരു റെഗുലേറ്റർ. ഇതും സെയിം തന്നെയാണ്. ഈ പൊസിഷനിൽ നിന്നിട്ടുണ്ടെങ്കിൽ സിലിണ്ടറിൽ നിന്ന് ഊരിയെടുക്കാം. ഈ പൊസിഷനാകുമ്പോഴേക്കും ലോക്കാണ്. ഈ പൊസിഷനാകുമ്പോഴേക്കും ഗ്യാസ് മേളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ എയർ മിക്സിംഗ് ഹോൾ ഇതിൻ്റെ ഇവിടെയായിട്ടാണ് നോസിൽ സാധാരണ വരുന്നത്. ഡയഫ്രം വ്യത്യസ്തമായ ഡയഫ്രമാണ് ഇതിനകത്തുള്ളത്. പിന്നെ ലോക്കിംഗ് സിസ്റ്റം, ആ ഫസ്റ്റ് കാണിച്ചതിനകത്ത് തന്നെ ലോക്കിംഗ് സിസ്റ്റം. അടുത്ത റെഗുലേറ്ററാണ് ഇത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ പുതിയ മോഡലാണത്. ഇത് ഇപ്പം കാണിച്ചതിൻ്റെ അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയ മോഡലാണത്. ഇതിൻ്റെ ബാരിങ് ബ്ലാക്ക് കളറാണ്. പിന്നെ ഇതിൻ്റെ സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്തേക്ക് ഓഫ്, മേളിലോട്ട് ഓൺ. താഴത്തേക്ക് ഓഫ് ചെയ്തിട്ട് വേണം റെഗുലേറ്റർ ഊരിയെടുക്കാൻ വേണ്ടി. അത് അറിയാവുന്നതാണ് എല്ലാവർക്കും. പിന്നെ ഇതിൻ്റെ മിക്സിങ്ങിൻ്റെ ഹോൾ ഇവിടെ നോസിൽ ഡയഫ്രം ആ പഴയതിൻ്റെ കാട്ടും ഇത്തിരി വലിയ ഡയഫ്രമാണ്. ഇതാണ് ഏറ്റവും പുതിയതായിട്ടുള്ള റെഗുലേറ്റർ. ഇത് വൈറ്റ് ബാരിങ് ആണ്. പിന്നെ ഓൺ ഓഫ് സാധാരണ രീതിയിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ താഴത്തേക്ക് ഓഫ്, മേലോട്ട് ഓൺ. പിന്നെ ഇതിൻ്റെ ഡയറക്ഷൻ പഴയ രീതിയിൽ തന്നെ. ഈ ഓൺ ഓഫിൽ അകത്തേക്ക് ഒരു സ്പിൻഡിൽ പോലുണ്ട്, അതിനകത്ത് 2 വാഷറുണ്ട്. സാധാരണ ആദ്യം കാണിച്ചിരുന്നതുകൊണ്ട് ഇപ്പോൾ കാണിച്ചിരുന്നതുകൊണ്ട് നോസിലാണ്. 4 വ്യത്യസ്തങ്ങളായ റെഗുലേറ്ററാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തിയത്. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ 1980 തൊട്ടുള്ള 80 അല്ലെങ്കിൽ 80ന്റെ മേളിലോട്ടുള്ള റെഗുലേറ്ററുകളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇത്. അത് കഴിഞ്ഞിട്ടുള്ളത് ഈ റെഗുലേറ്ററാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുതിയ മോഡലാണ് ഈ റെഗുലേറ്റർ.